മകരവിളക്കിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തേണ്ട ദുരന്ത നിവാരണ മുൻകരുതൽ സംവിധാനങ്ങൾക്ക് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. മകരവിളക്ക് ദർശിക്കാനായി തീർത്ഥാടകർ ധാരാളമായി എത്തുന്ന പമ്പ ഹിൽ ടോപ്പിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ വിവിധ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തും. മകരവിളക്കിന് മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ജില്ലാ കളക്ടർ PB നൂഹ് അവലോകന യോഗം വിളിച്ചു ചേർത്തത്. ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം നേരത്തെ തന്നെ സ്ഥലപരിശോധന നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. മകരവിളക്ക് ദർശിക്കുന്നതിനായി തീർത്ഥാടകർ ഒത്തുകൂടുന്ന വിവിധ പോയിന്റുകളിൽ വേണ്ട സൗകര്യവും സുരക്ഷയും ഉറപ്പാക്കും. ആംബുലൻസ്, പ്രഥമ ശുശ്രൂഷ എന്നിവയ്ക്ക് പുറമെ സ്ട്രെച്ചർ സേവനവും വ്യൂ പോയിന്റുകളിൽ ഉണ്ടാകും. പമ്പ ഹിൽ ടോപ്പിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പുള്ളതിനാൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തും. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സുമായി ചേർന്നുകൊണ്ട് 7 സ്പോട്ടുകളിൽ ഇത് മകരവിളക്ക് ദർശനം നടത്തുന്നതിനുള്ള 7 വ്യൂ പോയിന്റ്സിൽ വിസിറ്റ് നടത്തുകയും അവിടെ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതിനുള്ള ഡയറക്ഷൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കും. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം ജനുവരി 22 വരെ ഏർപ്പെടുത്തും. നിലയ്ക്കലിൽ 800 വാഹനങ്ങൾക്ക് കൂടി പാർക്കിംഗ് സൗകര്യമൊരുക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം ശക്തമാക്കുന്നതിനായി നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ ഡെപ്യൂട്ടി കളക്ടർമാരുടെ നേതൃത്വത്തിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും ഉണ്ടാകും. മീഡിയ 1 പത്തനംതിട്ട.